തനി നാടൻ രുചിയിൽ നമുക്ക് ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയാലോ. ഇത് നമ്മുടെ തിരുവനന്തപുരം റെസിപ്പിയാണ് കേട്ടോ. തിരുവനന്തപുരം സ്റ്റൈലിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് വീടുകളിൽ ഗസ്റ്റുകൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ ഇപ്പം പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ചിക്കൻ പെരട്ട് കഴിക്കാൻ തോന്നിയാലോ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നമ്മളൊരു കോഴീനെയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുവാണ്. ശേഷം നമുക്കൊരു പാത്രം എടുക്കാം. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ തന്നെയാണ് ചിക്കൻ പെരട്ടിന് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ്. അത് ആവശ്യത്തിന് എടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു 5 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. കോഴി ഇപ്പം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാനൊരു 4-5 എണ്ണം, ഇപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റുക. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇടാവുന്നതാണ് കേട്ടോ. നന്നായി വഴണ്ട് വന്നപ്പോൾ ഒരു 4 തക്കാളി, നിങ്ങൾക്കിപ്പം പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 4 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കനെല്ലാം മുഴുവനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളമൊന്നും നമ്മൾ ഒഴിക്കണില്ല. കാരണം വെള്ളമില്ലാണ്ട് ഇത് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് വേവുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം വരും. അതുകൊണ്ട് നമ്മൾ ഒരു പൊടി പോലും വെള്ളം ഒഴിക്കണില്ല. അപ്പോൾ നന്നായിട്ട് അതെല്ലാത്തിലും കൂടി മസാല പിടിക്കുന്ന വിധം ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നിങ്ങളുടെ കണക്കനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാം ആവശ്യത്തിനാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ചീനച്ചട്ടി എടുക്കുക. അതിനകത്ത് 1 സ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ മുളക് പൊടി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ശേഷം നമുക്ക് ഒരു 1/2 സ്പൂൺ നമുക്ക് ഗരം മസാല, അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. ഇത്തിരി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കുക. ഒന്ന് വറുത്തെടുക്കുക. പൊടികളെല്ലാം ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കുക.
ചൂടാക്കി എടുത്തിട്ട് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതൊന്ന് ഫുൾ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ അടച്ച് വെച്ച ചിക്കൻ ഒന്ന് തുറന്നതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു പൊടികൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. കണ്ടോ, നമ്മളിപ്പം അതിനകത്തുനിന്ന് തന്നെ വെള്ളം വന്നത് കണ്ടോ. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ചെറിയ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പൊടികളെല്ലാം തട്ടിക്കൊടുക്കാം. അതായത് ചൂടാക്കി വെച്ച പൊടി നമ്മൾ തട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് അടച്ച് വെച്ച് ഒന്നുകൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ശേഷം അത് തുറന്നതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന വിധത്തിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ഗരം മസാല ഇട്ടു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ റെസിപ്പി നമ്മൾ പട്ട, ഏലം, ഗ്രാമ്പൂ, പിന്നെ പെരുംജീരകം ഇതൊന്നും നമ്മൾ ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അതാണ് നമ്മുടെ ഗരം മസാല. നല്ല രുചിയാണ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. പട്ട, ഏലം, ഗ്രാമ്പൂ, അതുപോലെ പെരുംജീരകം ഇതത്രയും നമ്മളൊന്ന് വറുത്ത് പൊടിച്ചിട്ട് എടുത്തതാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വീണ്ടും നമുക്ക് കുറച്ച് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടാം. കറിവേപ്പിലേൻ്റെ ആ ഒരു സ്മെല്ലും ആ ചിക്കൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ടുള്ള മണമൊക്കെ കൊണ്ട് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല ചിക്കൻ പെരട്ടിൻ്റെ ഒരു സ്മെല്ല്. ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അടുക്കളയിലേക്ക് ഓടി വരും. ആ ഒരു നല്ലൊരു മണമാണ്, അതുപോലെ രുചിയുമാണ് കേട്ടോ. ഇപ്പോൾ വീടുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പം ഗസ്റ്റുകളൊക്കെ വന്നാൽ നമുക്ക് ചിക്കൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഇനി നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു ചിക്കൻ പെരട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഗരം മസാല കുറച്ച് അല്പം ചേർക്കാം. അതൊരു 1/2 സ്പൂൺ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. 1/2 സ്പൂൺ ഇടുന്നുണ്ട്. വളരെ രുചിയാണ്, നല്ലൊരു മണം വരുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുമല്ലോ. കണ്ടോ, അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് കൊഴുത്ത ഗ്രേവി നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമ്മുടെ നാടൻ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രുചിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത്